Hello friends, welcome to Photovibe. My name is Vishnu. This is my new channel. First video. Now, photography related videos are I am going to do. Now, photography interested in videos. Now, in this video, we will talk about basic basic ISO, shutter speed, aperture. This is simple കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാനുള്ള രീതിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഷട്ടർ സ്പീഡിനെ പറ്റിയാണ്. ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്കുള്ള ഒരു സെൻസർ ഉണ്ട്. ആ സെൻസറിനകത്തേക്ക് കടന്നു വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്ത് അതിനകത്തേക്ക് വിടാൻ വേണ്ടിയിട്ട്, സെൻസറിനുള്ളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ക്യാമറയ്ക്കുള്ളിൽ തന്നെ ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടർ എടുക്കുന്ന ടൈമിനെയാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഷട്ടർ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സെക്കൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് 1/100, 1/125, 1/500 ആ ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 30 സെക്കൻഡ്സ് തൊട്ടാണ് ഷട്ടർ സ്പീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 സെക്കൻഡ്സ് തൊട്ട് ഒരു 8000 വരെയൊക്കെ, 4000, 8000 വരെയൊക്കെ നമുക്ക് നോർമൽ ക്യാമറകളിൽ ഈ ഷട്ടർ സ്പീഡ് കാണാൻ സാധിക്കും. നമ്മളൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫോട്ടോയിൽ ഒരു ആക്ഷനെ ഫ്രീസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം, നിങ്ങളിപ്പം ഒരുപാട് പേര് സ്പോർട്സ് ഫോട്ടോഗ്രാഫിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇപ്പം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു കാറ് അതിനെ ഫ്രീസ് ചെയ്തൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഷട്ടർ സ്പീഡ് തന്നെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഷട്ടർ സ്പീഡ് ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് ഷട്ടർ സ്പീഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ നടക്കുകയെന്ന് വെച്ചു, നമ്മളൊരു ലോ ആയിട്ടുള്ള ഷട്ടർ സ്പീഡ് യൂസ് ചെയ്തിട്ട് അയാൾ നടക്കുന്ന ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോ ബ്ലർ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഷട്ടർ സ്പീഡ് യൂസ് ചെയ്ത് ആ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ ഫോട്ടോ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലോ ആയിട്ടുള്ള ഷട്ടർ സ്പീഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നോർമൽ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഷട്ടർ സ്പീഡിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ് ഒരു 100 തൊട്ട് ഒരു 500-ന് ഉള്ളിലൊക്കെ വരും. അതാകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ക്യാമറയ്ക്കകത്ത് ലൈറ്റ് കുറയും. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ലൈറ്റ് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ ഷട്ടർ സ്പീഡ് കുറഞ്ഞ സമയത്ത് നമുക്ക് ലൈറ്റ് കൂടുകയും ചെയ്യും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ലോ ഷട്ടർ സ്പീഡ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പറ്റുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. അതേപോലെ തന്നെ ലോ ആയിട്ട് ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഷൻ അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു വെള്ളം ഒഴുകി പോകുന്ന ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചോ, അപ്പോൾ ഇത്ര സെക്കൻഡ് നമ്മൾ ലോ ആയിട്ടുള്ള ഫോട്ടോ ഷട്ടർ സ്പീഡ് ഇട്ട് ആ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇത്ര സെക്കൻഡ് ആ ഇമേജ് അതിനകത്ത് റെക്കോർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്ര സെക്കൻഡ് ഷട്ടർ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് ആ ഫോട്ടോ അതിനകത്ത് നമുക്കൊരു മോഷൻ ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ ഫോട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ആക്ഷൻ അവിടെ ഫ്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ലോ ആയിട്ട് ഒരു ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു മോഷൻ അവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, അതായത് മാനുവൽ മോഡിലിട്ട് വേണം നമ്മൾ ഈ ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട്. നിങ്ങൾ പലരും യൂസ് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ, ഞാനും യൂസ് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ ഓട്ടോ മോഡിലിട്ടായിരുന്നു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് മാനുവൽ മോഡിലിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഈ മാനുവൽ മോഡിലിടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മാനുവലായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു ഫോട്ടോയ്ക്ക് കറക്റ്റ് ലൈറ്റും കറക്റ്റ് സ്പീഡും എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഓട്ടോ മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ക്യാമറ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് മാനുവൽ മോഡിലിട്ട് വേണം നമ്മളെപ്പോഴും ഫോട്ടോ എടുക്കാൻ തുടങ്ങാനായിട്ട്. ഇത് ഷട്ടർ സ്പീഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ISOയെ കുറിച്ചും അപ്പർച്ചറിനെ കുറിച്ചും അതേപോലെ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് മാനുവൽ മോഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ISO, അപ്പർച്ചർ, ഷട്ടർ സ്പീഡൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചും പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഫോട്ടോഗ്രാഫി ടിപ്സുമായിട്ട് കാണാം. അതുവരെ ബൈ.